Welcome to XY's Malayali's channel. Don't forget to subscribe. ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ വാഗ്ദാനവും യഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാകാറില്ല. ഈ വിഷയത്തിൽ സഫാരി ചാനലിന്റെ ഉടമയും സഞ്ചാരിയുമായ സന്തോഷ് ജോർജ് കുളങ്ങര മൈൽസ്റ്റോൺ എന്ന ചാനലിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടുനോക്കാം. മെഡിക്കൽ ഇൻഷുറൻസ് മസ്റ്റ് ആക്കണം. രണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ കുറച്ചുകൂടെ മാന്യമായിട്ട് ഇതിനെ സമീപിക്കണം. അതായത് ആശുപത്രിയിൽ പോയി ചികിത്സ കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾ എലിജിബിൾ അല്ല എന്ന് പറയുന്ന വലിയൊരു ശതമാനമുണ്ട്. ഇൻഷുറൻസ് മേഖലയുടെ വിശ്വാസ്യത കളയുന്ന നിരവധി കാര്യങ്ങൾ അതിനകത്ത് വലിയൊരു പ്രോബ്ലമാണ്. മനസ്സിലായില്ലേ? എൻ്റെ വൈഫിനൊരു അസുഖം വന്ന് ഹോസ്പിറ്റലിലായി കഴിഞ്ഞ് എലിജിബിൾ ആയിരുന്ന ഒരു കാര്യം ഇവർ റിജക്റ്റ് ചെയ്തു. മനസ്സിലായില്ലേ? അത് ചികിത്സയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പം എനിക്കത് കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നുകൊണ്ട് സാധിച്ചു. ഞാൻ ചിന്തിച്ചത് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ അവിടെ വിഷമിച്ച് പോകില്ലായിരുന്നോ? ഒരു കടം വാങ്ങുകയല്ലാതെ വേറെ വഴിയുണ്ടാവും. ആരോഗ്യ ഇൻഷുറൻസ് എന്നത് ദുരിതകാലങ്ങളിൽ ആരോഗ്യകാര്യങ്ങൾക്ക് സാമ്പത്തിക സംരക്ഷണം നൽകാനായി കൊണ്ടുവന്നൊരു സംവിധാനമാണ്. ചികിത്സാ ചെലവുകൾ, ആശുപത്രി ബില്ലുകൾ എന്നിവ കവർ ചെയ്യുന്നതിലൂടെ ആളുകളെ അവരുടെ സമ്പാദ്യനഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് പ്രധാന ഉദ്ദേശം. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യത്തിൽ പലരുടെയും അനുഭവം വ്യത്യസ്തമാണ്. ഇൻഷുറൻസ് എടുത്ത് ചികിത്സ തേടുന്ന നിരവധി പേർക്ക് ക്ലെയിം ലഭിക്കാൻ കാത്തിരിക്കേണ്ടി വരുന്നത് മാത്രമല്ല, പലപ്പോഴും കിട്ടാതെയും വരുന്നു. തൽക്ഷണ ക്യാഷ്ലെസ് സേവനം, വേഗത്തിലുള്ള ക്ലെയിം മാന്ദ്യം, 24/7 സഹായം എല്ലാം ഇൻഷുറൻസ് കമ്പനികളും വാഗ്ദാനം ചെയ്യുന്നതാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ സഹായം ആവശ്യമുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ വഞ്ചന അനുഭവപ്പെടുന്നത് ഇതിലൂടെയാണ്. ഒരു ഇൻഷുറൻസ് പോളിസി എടുത്ത ഉടമയ്ക്ക് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ക്ലെയിം തുക കിട്ടുവാനുള്ള കാലതാമസം. ചികിത്സ കഴിഞ്ഞും എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടും ഇൻഷുറൻസ് തുക ലഭിക്കാൻ ചിലപ്പോൾ ആഴ്ചകൾ വരെ കാത്തിരിക്കേണ്ടി വരാറുണ്ട്. അതേസമയം ഇൻഷുറൻസ് പുതുക്കാൻ ഒരു ദിവസം വൈകിയാൽ എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും. 2. ക്ലെയിം റിജക്ഷൻ. പ്രീ എക്സിസ്റ്റിംഗ് രോഗം, കവർ ചെയ്യാത്ത ചികിത്സ, അപൂർണ രേഖകൾ തുടങ്ങിയ ന്യായീകരണങ്ങൾ കാണിച്ച് ചിലപ്പോൾ കമ്പനി ക്ലെയിം തള്ളിക്കളയും. 3. നിഗൂഢമായ നിബന്ധനകൾ. പോളിസിയിലെ ചെറുതായി എഴുതിയിരിക്കുന്ന നിബന്ധനകൾ, അതായത് വെയിറ്റിംഗ് പീരിയഡ്, സബ് ലിമിറ്റ്, എക്സ്ക്ലൂഷൻസ് പോലെയുള്ളത് പല ഉപഭോക്താക്കളും മനസ്സിലാക്കാറില്ല. ഇത് പിന്നീട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. 4. ഏജന്റുമാരുടെ പിന്തുണയോടെ പോളിസി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പല ഏജന്റുമാരെയും കാണാറില്ല. പോളിസി എടുപ്പിക്കാൻ വന്ന ഏജന്റുമാർ പ്രശ്നങ്ങളുണ്ടായിക്കഴിയുമ്പോൾ കാണാറില്ല. ഉപഭോക്താക്കൾ കോൾ സെന്ററുകളിലേക്ക് വിളിച്ചു മടുത്ത് നിരാശനാകുന്നു. അവസാനം ക്ലെയിം വേണ്ട, കാശും പോയി എന്ന സ്ഥിതിയിലെത്തുന്നു. 5. ആശുപത്രികളും TPAകളും. ആശുപത്രികൾക്ക് ശരിയായ ബോധവൽക്കരണം നടത്താത്തതിനാൽ ചില ആശുപത്രികൾ ഇൻഷുറൻസിൽ വിശ്വസിക്കാതെ അഡ്മിഷൻ വൈകിപ്പിക്കുകയും മുൻകൂറായി ഡിപ്പോസിറ്റുകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇൻഷുറൻസ് കമ്പനികളുടെ TPAകൾ വഴിയുള്ള പ്രോസസ്സുകൾ വൈകുകൾക്കും കാരണമാകുന്നു. ഇൻഷുറൻസ് ഓഫീസുകളിൽ ചെല്ലുമ്പോൾ ഓഫീസിലുള്ളവരുടെ പെരുമാറ്റം കാണുമ്പോൾ ഇൻഷുറൻസ് എടുത്തതൊരു തെറ്റായി പോയോ എന്ന് സംശയിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ദോഷം വളരെ വലുതാണ്. ഇതെല്ലാം നഷ്ടപരിഹാര തുകയിലെ വൈകിക്കലായി കാണാമെങ്കിലും ചിലപ്പോൾ ഇതിന് ഒരു ജീവന്റെ വില കൊടുക്കേണ്ടിവരും. ചികിത്സ വൈകുമ്പോൾ രോഗം മോശമാകുന്നു. പലരും കടം വാങ്ങി ചികിത്സ നടത്തേണ്ടിവരുന്നു. അതിനിടെ ഇൻഷുറൻസ് തുക ലഭിക്കാത്തത് കുടുംബത്തിന്റെ സാമ്പത്തിക സമതുലനാവസ്ഥ തകിടം മറിക്കുന്നു. മാറ്റം എവിടെ വേണം? പോളിസി കവർ ചെയ്യുന്നതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ നന്നായി ഉപഭോക്താവിന് മനസ്സിലാകുന്ന തരത്തിൽ വിശദീകരിച്ചു കൊടുക്കണം. ആധുനിക ഡിജിറ്റലൈസേഷൻ കാലഘട്ടത്തിൽ മൊബൈൽ ആപ്പ് വഴി ക്ലെയിം സ്റ്റാറ്റസ് പരിശോധിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ അത്യാവശ്യമാണ്. ഇൻഷുറൻസ് റെഗുലേറ്ററായ IRDAI ഉത്തരവാദിത്തത്തോടെ ഈ രംഗത്ത് കർശന നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകണം. ഉപഭോക്താക്കൾക്ക് നല്ല പോളിസി തിരഞ്ഞെടുക്കാനും ക്ലെയിം പ്രക്രിയ മനസ്സിലാക്കാനും സഹായകരമായ മാർഗങ്ങൾക്കായി ബോധവത്കരണം നടത്തണം. ഒരു രാജ്യത്തിന്റെ പുരോഗതി കണക്കാക്കുന്ന അളവുകോലാണ് പൊതുജനങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് എന്നത്. ആധുനിക കാലത്ത് ആരോഗ്യ ഇൻഷുറൻസ് അനിവാര്യമാണ്. അതിനാൽ തന്നെ ഇതൊരു ബിസിനസ് മാത്രമായി കാണാതെ ഉപഭോക്താവിന് തുണയാകുന്ന രീതിയിൽ പരിഷ്കരിക്കണം, നടപ്പിലാക്കണം. ആവശ്യ സമയത്ത് ആക്ഷൻ ഇല്ലെങ്കിൽ അതൊരു ഇൻഷുറൻസ് അല്ല, ട്രാപ്പാണ്. സ്വാഭാവികമാണ്. Thank you for watching.